എൻ്റെ ഗെറ്റ് റെഡി വിത്ത് മീ എല്ലാവർക്കും കാണണ്ടേ? എൻ്റെ അടുത്ത് ചോദിച്ചതല്ലേ, ഇതാ ഞാനിവിടെ പ്രസൻറ്റ് ചെയ്യുന്നു. ഇതിപ്പോൾ ഒരുങ്ങി കഴിഞ്ഞിട്ടാണ് ഞാൻ തിരിച്ച് വേറെ ഡ്രസ്സൊക്കെ എടുത്തിട്ടും. സോ ഹിയർ ഇറ്റ് ഈസ്. ഇനി കണ്ടിട്ട് പോയാൽ മതി, അവിടെ ഇരുന്ന് കാണും. ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്നൊരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ് ഞാൻ ചെയ്യുന്നത്. ആഫ്റ്റർ ക്ലെൻസിങ് മൈ ഫേസ് ഞാൻ ലിപ് ബാം യൂസ് ചെയ്യാണ്. ലിപ് ബാം യൂസ് ചെയ്ത ശേഷം ഞാൻ ടോണർ യൂസ് ചെയ്യണം. ടോണർ എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്നൊക്കെ വെച്ചാൽ ഫോർ ഹൈഡ്രേഷൻ ഓഫ് ദ സ്കിൻ, ഹൈഡ്രേറ്റഡ് ആയിട്ട് ഇരിക്കാനാണ്. ആഫ്റ്റർ 5 or 10 minutes മാത്രമേ ഏതൊരു പ്രോഡക്റ്റ് യൂസ് ചെയ്യാവൂ. ജസ്റ്റ് ഇഗ്നോർ ദിസ് ബിക്കോസ് ഞാൻ പാട്ടിട്ടായിരുന്നു ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്തത്, ദാറ്റ്സ് വൈ. അതിന് ശേഷം ഞാൻ യൂസ് ചെയ്യുന്നത് മോയ്സ്ചറൈസറാണ്. വിച്ച് ഐ എം യൂസിങ് ഇസ് നെയിൽ മ്യൂസിക് വിച്ച് ഈസ് റിയലി ഗുഡ് ഫോർ മൈ സ്കിൻ. പലർക്കും പല സ്കിൻ ടൈപ്പാണ്, സോ യൂസ് അക്കോർഡിംഗ്ലി. നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള റെക്കമെൻഡേഷൻസ് വേണമെങ്കിൽ പ്ലീസ് കമൻറ്റ് ബിലോ വിത്ത് യുവർ സ്കിൻ ടൈപ്പ്. എൻ്റെ സ്കിൻ ടൈപ്പ് ഈസ് സെൻസിറ്റീവ് 1. സോ ദിസ് ഈസ് ദ ഗ്ലോ ആഫ്റ്റർ യൂസിങ് ദാറ്റ് മോയ്സ്ചറൈസർ. ദെൻ ആഫ്റ്റർ ദാറ്റ് ഞാൻ യൂസ് ചെയ്യുന്നത് ഫൗണ്ടേഷൻ യൂസ് ചെയ്യാറില്ല ഞാൻ. എനിക്കങ്ങനെ ഉറക്കമൊന്നും കിട്ടുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ഫൗണ്ടേഷനൊക്കെ ഇപ്പോൾ നിങ്ങൾക്ക് ഗെറ്റ് റെഡി വിത്ത് മീ ചോദിച്ചുകൊണ്ട് മാത്രം ഞാൻ ഫൗണ്ടേഷൻ യൂസ് ചെയ്യാണ്. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന ഫൗണ്ടേഷൻ ഈസ് സോൾട്രി വിച്ച് ഈസ് റിയലി ഗുഡ്. ആയുർവേദിക്കാണ്. സ്കിന്നിലൊരു ഇറിറ്റേഷനോ കാര്യങ്ങളോ ഒന്നും വരാറില്ല. ദിസ് ഈസ് സോ ഗുഡ്. നിങ്ങൾക്ക് ഷെയ്ഡ് എന്തെങ്കിലും വേണമെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ബിലോ. ആഫ്റ്റർ അപ്ലൈയിങ് ദാറ്റ് ഞാൻ ഫൗണ്ടേഷനൊക്കെ ഇട്ട ശേഷം അതൊന്ന് സ്പോഞ്ച് വെച്ച് ബ്ലെൻഡ് ചെയ്യാണ്. സ്പോഞ്ച് വെച്ചോ കൈ വെച്ചോ ഒക്കെ ബ്ലെൻഡ് ചെയ്യാം, അതൊക്കെ നിങ്ങളുടെ ചോയ്സാണ്. എനിക്ക് സ്പോഞ്ച് ഉള്ളതുകൊണ്ട് സ്പോഞ്ച് വെച്ച് ബ്ലെൻഡ് ചെയ്യുന്നതേ ഉള്ളൂ. അതിന് ശേഷം ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് സൺസ്ക്രീൻ ഇല്ലാതെ എന്ത് കളിയല്ലേ. ഓക്കെ, ഞാൻ യൂസ് ചെയ്യുന്ന സെൻസിറ്റീവ് സ്കിന്നാണ്ട് അതിൻ്റെ ടൈപ്പ് ഒരു സൺസ്ക്രീനാണ്. വൈറ്റ് കാസ്റ്റും കാര്യങ്ങളൊന്നും വരാറില്ല, വിച്ച് ഈസ് റിയലി ഗുഡ് ഫോർ ദ സ്കിൻ ആൻഡ് ഇറ്റ് ഈസ് റിയലി ബിറ്റ് എക്സ്പെൻസീവ് ബട്ട് ഇറ്റ്സ് റിയലി ഗുഡ് ഫോർ ദ സ്കിൻ. സോ ഇത് ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് ആണ്. ഇറിറ്റേഷനോ ഒരു കാര്യങ്ങളുമില്ല, വെരി ഗുഡ്. അത് കഴിഞ്ഞിട്ട് ഐ ഷാഡോ. ദിസ് ഈസ് ഫോർ ഷോ ഓഫ്. ഞാനിത് യൂസ് ചെയ്യില്ല ഗൈസ് യൂസ് ചെയ്യത്തില്ല. ജസ്റ്റ് ഗെറ്റ് റെഡി വിത്ത് മീ ചോദിച്ചുകൊണ്ട് മാത്രം കാണിക്കുന്നു എന്നേ ഉള്ളൂ. ദെൻ ആഫ്റ്റർ ദാറ്റ് നമ്മുടെ ചക്കരക്കുടമായ കാജലില്ലാതെ എന്ത് കളി. കണ്ണെഴുതുകയാണ് ഗൈസ്, ഞാൻ കണ്ണെഴുതുകയാണ്. ഇത് വല്ല എൻ്റെ ഉപ്പ കണ്ട ഞാൻ തീർന്നു. കൺമഷി, ലിപ്സ്റ്റിക് ഇതൊന്നും ഇടുന്നത് എൻ്റെ ഫാദറിന് ഒട്ടും ഇഷ്ടമല്ലാത്ത കാര്യമാണ്. ഒരു കോള് പ്രതീക്ഷിക്കാം. ഇനി മസ്കാര തുറക്കാൻ പറ്റുന്നില്ല, എന്നാലും ഞാൻ എങ്ങനെയൊക്കെയോ തുറന്നു അത് അപ്ലൈ ചെയ്യുകയാണ്. മസ്കാരയൊക്കെ വേണമെങ്കിൽ യൂസ് ചെയ്യാം, ബട്ട് ദിസ് ഈസ് ലിപ്സ്റ്റിക്. ഇതില്ലാതെ എന്ത് കളി, ഞാൻ യൂസ് ചെയ്യും. സോ ദിസ് ഈസ് സോൾട്രി ലിപ്സ്റ്റിക് വിച്ച് ഈസ് ആയുർവേദിക്. ആൻഡ് നിങ്ങൾക്ക് ഷെയ്ഡ് വേണമെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ഞാൻ 2 ലിപ്സ്റ്റിക് യൂസ് ചെയ്യാറുണ്ട്. വൺ തിങ് ഈസ് സോൾട്രി ആൻഡ് അതർ വൺ ഈസ് നൈക്ക വിച്ച് ഈസ് സോ ലോങ് ലാസ്റ്റിക്. ദിസ് ഈസ് പെർഫെക്റ്റ് ലിപ് കോംബോ. ട്രസ്റ്റ് മീ, ദിസ് ഈസ് സോ ഗുഡ്. എത്ര പ്രാവശ്യം ഞാൻ പറയുമല്ലേ, ദിസ് ഈസ് പെർഫെക്റ്റ് ലോങ് ലാസ്റ്റിംഗ്, അടിപൊളി എന്നൊക്കെ. ബാക്കി വരുന്ന ലിപ്സ്റ്റിക് എല്ലാവരെയും പോലെ ഞാനും ബ്ലഷ് ആക്കാറുണ്ട്. ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ യുവർ ഡെസിഷൻ. ഞാൻ ജസ്റ്റ് ബ്ലഷായിട്ട് ഇടുന്നേ ഉള്ളൂ. അതൊക്കെ കഴിഞ്ഞ ശേഷം ഓക്കെ അടിപൊളിയായിട്ടുണ്ട്. ഓക്കെ, ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. എങ്ങനെയുണ്ട് ഗൈസ്, എങ്ങനെയുണ്ട്? സോ ഈ ഡ്രസ്സ് അങ്ങ് മാറ്റാം. എന്ത് ദിസ് ഇസ് കഫ്താൻ. അത്രയൊക്കെ ഉള്ളൂ. സോ ഗെറ്റ് റെഡി വിത്ത് മീ ചോദിച്ചവർക്കായി ദിസ് ഇസ് ഫോർ യു. സോ ഒരുങ്ങിക്കഴിഞ്ഞാൽ ഞാൻ എന്നെ തന്നെ അഡ്മയർ ആവും. സോ ബെറ്റർ പെട്ടെന്ന് നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കിപ്പോ, അതാണ് നല്ലത്. ബൈ.